അല്ല, രാഷ്ട്രീയക്കാരിങ്ങനെ മണിപ്പൂരിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അവർ മണിപ്പൂർ സന്ദർശിക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് നമുക്കറിയാം. കാര്യം ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ കേരളത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് നമ്മൾക്കറിയാവുന്നതാണ്. ഈ അടുത്ത നാളിലെ ഒരു വൈദികനെ ജിഹാദി കുഞ്ഞുങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്കിടെ മണിപ്പൂർ പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ മതമേലധ്യക്ഷന്മാര് ഈ പീഡാസഹന ദിവസം കർത്താവായ യേശുക്രിസ്തു കുരിശിലേറിയതിന്റെ ആ സ്മരണ പുതുക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രസംഗം എന്തിനാണ് നടത്തിയെന്നാണ് മനസ്സിലാവാറ്. ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിച്ചു. ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്വന്തം സമുദായ അംഗങ്ങളുടെ ഈ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളല്ലേ നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ 3500 കിലോമീറ്റർ അകലെ കിടക്കുന്ന മണിപ്പൂരാണ് നിങ്ങൾക്ക് വിഷയം. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിച്ചു അല്ലേ? മണിപ്പൂരിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഈ വിഷയങ്ങള്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. 1950 ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് ആസ്വ നിലവിൽ വന്നത്. അത് രണ്ടാം മോദി ഗവൺമെന്റിന്റെ കാലത്താണ് അത് പിൻവലിക്കുന്നത്. അപ്പോൾ 65 വർഷത്തോളം ഒരു സംസ്ഥാനത്തെ പട്ടാളത്തിന് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാൽ തയ്യാറായില്ലെങ്കിൽ വെടിവെച്ചിടാം, അറസ്റ്റ് ചെയ്യാം, ആർക്കെതിരെയും കേസെടുക്കാം, എവിടെയും എപ്പോ വേണമെങ്കിലും റെയ്ഡ് നടത്താം. അപ്പൊ ഇത്തരത്തിൽ ഒരു നിയമം, പട്ടാളത്തിന് പ്രത്യേക നിയമം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണിപ്പൂർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെ ക്രമസമാധാനം ഏത് രീതിയിലുള്ളതാണെന്ന് ഒന്ന് ചിന്തിച്ചൂടെ? നമസ്കാരം. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് കളത്തിൽ മണിപ്പൂർ വിഷയം പറഞ്ഞാണ് CPM കോൺഗ്രസ് പാർട്ടികൾ വിജയം കണ്ടെത്തുന്നത്. എന്നാൽ ഇനിയും മണിപ്പൂർ വിഷയം പറഞ്ഞ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കാൻ നോക്കരുത് എന്ന് പറയുകയാണ് കാസ. മണിപ്പൂരല്ല, കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വിഷയം. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യൂ, അത് കഴിഞ്ഞ് നോക്കാം മറ്റ് വിഷയങ്ങൾ എന്നാണ് കാസ പ്രതികരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. അല്ല, രാഷ്ട്രീയക്കാരിങ്ങനെ മണിപ്പൂരിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അവർ മണിപ്പൂർ സന്ദർശിക്കാൻ പോയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് നമുക്കറിയാം. കാര്യം ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ കേരളത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് നമ്മൾക്കറിയാവുന്നതാണ്. ഈ അടുത്ത നാളിലെ ഒരു വൈദികനെ ജിഹാദി കുഞ്ഞുങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ട് എന്ത് നിലപാടാണ് ഇവർ സ്വീകരിച്ചെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്കിടെ മണിപ്പൂർ പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ നമ്മുടെ മതമേലധ്യക്ഷന്മാര് ഈ പീഡാസഹന ദിവസം കർത്താവായ യേശുക്രിസ്തു കുരിശിലേറിയതിന്റെ ആ സ്മരണ പുതുക്കുന്നതിന് പകരം രാഷ്ട്രീയ പ്രസംഗം എന്തിനാണ് നടത്തിയെന്നാണ് മനസ്സിലാവാറ്. ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിച്ചു. ഒരു ഇലക്ഷൻ വരുമ്പോൾ സ്വന്തം സമുദായ അംഗങ്ങളുടെ ഈ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങളല്ലേ നിങ്ങൾ പ്രയോഗിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ 3500 കിലോമീറ്റർ അകലെ കിടക്കുന്ന മണിപ്പൂരാണ് നിങ്ങൾക്ക് വിഷയം. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ പരിഹരിച്ചു അല്ലേ? മണിപ്പൂരിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല ഈ വിഷയങ്ങള്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. 1950 ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് ആസ്വ നിലവിൽ വന്നത്. അത് രണ്ടാം മോദി ഗവൺമെന്റിന്റെ കാലത്താണ് അത് പിൻവലിക്കുന്നത്. അപ്പോൾ 65 വർഷത്തോളം ഒരു സംസ്ഥാനത്തെ പട്ടാളത്തിന് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നു. കീഴടങ്ങാൻ ആവശ്യപ്പെട്ടാൽ തയ്യാറായില്ലെങ്കിൽ വെടിവെച്ചിടാം, അറസ്റ്റ് ചെയ്യാം, ആർക്കെതിരെയും കേസെടുക്കാം, എവിടെയും എപ്പോ വേണമെങ്കിലും റെയ്ഡ് നടത്താം. അപ്പൊ ഇത്തരത്തിൽ ഒരു നിയമം, പട്ടാളത്തിന് പ്രത്യേക നിയമം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണിപ്പൂർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെ ക്രമസമാധാനം ഏത് രീതിയിലുള്ളതാണെന്ന് ഒന്ന് ചിന്തിച്ചൂടെ? ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കലാപമാണോ? മെയ്ത്തികളും കുക്കികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. മെയ്ത്തികളും പങ്കലുകളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. മെയ്ത്തികളും നാഗരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. നാഗരും കുക്കികളും തമ്മിൽ കലാപം ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപം എന്ന് പറയുന്ന 1992 നടന്ന കലാപമാണ്. 34 ഗ്രാമങ്ങളാണ് പൂർണ്ണമായി തകർക്കപ്പെട്ടത്, അഗ്നിക്കിരയായത്. 1200 പേരോളം ആളുകളാണെന്ന് മരിച്ചത്. 1.5 വർഷം എടുത്തു ആ കലാപം അടിച്ചമർത്താനായിട്ട്. അത് കുക്കികളും നാഗരും തമ്മിലായിരുന്നു. അതായത് ഇപ്പോ നാഗരിലും ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്, കുക്കികളിലും ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായപ്പം ക്രിസ്ത്യാനികളും തമ്മിൽ പ്രശ്നമായിരുന്നെന്നാണോ അന്ന് പറഞ്ഞത്? അല്ലല്ലോ, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നല്ലേ അന്ന് പറഞ്ഞത്. ഇറോം ശർമിള മണിപ്പൂരി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് എത്ര വർഷം അവര് നിരാഹാരം ഇരുന്നു. ഇത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തല്ലേ.
അത് നിങ്ങളന്ന് ഇതിലൊന്നും പ്രതിഷേധിച്ചില്ലല്ലോ. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി റേപ്പ് അസ് എന്ന് പറഞ്ഞ് മണിപ്പൂരി സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി ആസാം റൈഫിൾസിന്റെ ക്യാമ്പിന് മുന്നിൽ ഒരു ദിവസം മുഴുവൻ ധർണ നടത്തിയില്ലേ? അതെന്നായിരുന്നു? അതിനെതിരെ ഒന്നും നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ അന്ന് ഗോത്ര പ്രശ്നമായിരുന്നു. ഇന്ന് മാത്രം ഇത് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി മാറുന്നത് എങ്ങനെയാണ്? മണിപ്പൂരിൽ നടന്നത് 100% അത് ഗോത്ര പ്രശ്നം തന്നെയാണ്. അവർ ഏത് മതത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാലും, ക്രിസ്ത്യാനികളായി മാറി എന്ന് പറഞ്ഞാലും, ഹിന്ദുക്കളായി മാറി എന്ന് പറഞ്ഞാലും, മുസ്ലിങ്ങളായി മാറി എന്ന് പറഞ്ഞാലും, അവരുടെ ഉള്ളിലെ ഗോത്ര സ്വഭാവം ഒരിക്കലും മാറില്ല. അവരേതെങ്കിലും മറ്റേതെങ്കിലും ഒരു ഗോത്രമായിട്ട് യുദ്ധത്തിന് പോയാൽ അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ആളുടെ തല വെട്ടി എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ പിടിച്ച്, ഒരു കയ്യിൽ കുന്തോ ഒരു കയ്യിൽ തലയായിട്ട് സ്വന്തം ഗ്രാമത്തിന്റെ മുന്നിൽ വന്ന് ആ തല പ്രദർശിപ്പിക്കുമ്പോൾ അതിന് ചുറ്റും കിടന്ന് സ്ത്രീകളും കുട്ടികളും ഇവരെല്ലാരും കൂടെ ഡാൻസ് കളിക്കും. ഇതാണ് അവരുടെ ഗോത്ര സ്വഭാവം. അപ്പൊ അവര് ക്രിസ്തുമതം സ്വീകരിച്ചെന്ന് പറഞ്ഞാലോ ഹിന്ദുമതം സ്വീകരിച്ചെന്ന് പറഞ്ഞാലോ അവരുടെ ഉള്ളിൽ ആ ഗോത്ര സ്വഭാവം ഒരിക്കലും പോവില്ല. അതാണ് ഇന്ന് അവർ തമ്മിലടിക്കുന്നത്. അതുപോലെ തന്നെ ചൈനയുടെ ബാക്കിൽ നിന്നുള്ള കളി അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിർത്തി കടന്നു വന്ന തീവ്രവാദികളുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെ പ്രവർത്തനം അവിടെ ശക്തമായിരുന്നു. ഒരു കലാപം ഉണ്ടായപ്പോൾ രാജ്യത്ത് ഏതൊരു വിഷയം വീണ് കിട്ടിയാലും അതിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ മണിപ്പൂരിൽ അതുപോലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വെറുതെ നിന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോ അവിടെ പലവിധ കാരണങ്ങളുണ്ട്. അത് ശരിക്കും ഗോത്ര കലാപം തന്നെയാണ്. കാരണം തൊട്ടടുത്ത സംസ്ഥാനമായ ക്രിസ്ത്യാനികൾ 94.7% തൊട്ടടുത്ത സംസ്ഥാനമായ മിസോറാമിലെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രകടനം നടത്തിയത് ഒരു ഗോത്രത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു. അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടല്ലല്ലോ അവിടുത്തെ ക്രിസ്ത്യാനികൾ പ്രകടനം നടത്തിയത്. കുക്കി ഗോത്രത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ബാനറും പിടിച്ച് വലിയ പ്രകടനങ്ങൾ അവിടെ നടത്തിയത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ, തൊട്ടടുത്ത ക്രിസ്ത്യാനികൾക്ക് അറിയാം അത് ഗോത്ര പ്രശ്നമാണ്. 3500 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കാണ് അത് മനസ്സിലാവാത്തത്, അല്ലെ? അപ്പൊ രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും പൊട്ടന്മാരാക്കാനല്ലേ ശ്രമിക്കുന്നത് ഈ മണിപ്പൂർ പ്രശ്നം പറഞ്ഞു, അല്ലെ? മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങളുടെ നേരെ തന്നെയാണ് ഒരു പേരിൽ ചൂണ്ടുന്നത്. നിങ്ങളുടെ പരാജയത്തെ കൂടെയാണ് തുറന്നു കാണിക്കുന്നത്. നിങ്ങൾ ആ ഗോത്രക്കാരെയെല്ലാം ക്രിസ്തുമതം സ്വീകരിപ്പിച്ചില്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ നിങ്ങൾ സ്നാനപ്പെടുത്തി മാമോദിസ മുക്കി ക്രിസ്ത്യാനികളാക്കി മാറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ഗോത്ര വൈര്യത്തെ ഇല്ലാതാക്കി അവരെ രമ്യതയിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? കുക്കികളിലും ക്രിസ്ത്യാനികൾ, നാഗരിലും ക്രിസ്ത്യാനികൾ, മെയ്തേയികളിലും ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ ഇവരെയൊക്കെ തമ്മിൽ നിങ്ങൾക്ക് എന്താണ് രമ്യതയിലാക്കാൻ സാധിക്കാത്തത്? അതുപോലെ തന്നെ നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട്. പത്രോസേ, നീ വാൾ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കുമോ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ മാമോദിസ മുക്കി ഒരു കൈകളിൽ നിങ്ങൾ ബൈബിൾ വെച്ചു കൊടുക്കുമ്പോൾ മറുകൈയിൽ ഇരുന്ന ആയുധം AK-47 എന്താണ് താഴത്തെ വെപ്പിക്കാത്തത്? തോക്കുകൾ എന്താണ് നിങ്ങൾക്ക് താഴത്തെ വെപ്പിക്കാൻ സാധിക്കാത്തത്? അത് നിങ്ങളുടെ പരാജയമല്ലേ? അപ്പൊ ഇത്രയും കാലമായിട്ട് അവരെ ഒന്ന് ശാന്തരാക്കാനോ രമ്യതയിലാക്കാനോ അവരെ നിരായുധീകരിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഗവൺമെന്റ് അത് സമയമെടുക്കും. സ്വന്തം ജനത്തിനെതിരെയാണ് പട്ടാളം പോരാടേണ്ടത്. അല്ലാതെ അന്യ രാജ്യക്കാരാണെങ്കിൽ അവരെ വെടിവെച്ച് വീഴ്ത്താം. സ്വന്തം ജനത്തിന് അത് സാധിക്കില്ല. അപ്പോ വീണ് കിട്ടിയ ഒരു ചാൻസ്. ഇവിടെ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ആയതുകൊണ്ട് മണിപ്പൂരിൽ ഈസ്റ്ററിന്റെ അന്ന് വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ എന്തൊരു കൂട്ടക്കരച്ചിലായിരുന്നു. എന്നാൽ 3 ആഴ്ചയായിട്ട് മൂല്യനിർണയ ക്യാമ്പ് ഈസ്റ്റർ ദിനത്തിൽ കൊണ്ടുവരുന്നതിനെതിരെ പ്രതിഷേധങ്ങളൊന്നും ഉറപ്പായി. ഈ രാഷ്ട്രീയക്കാരെങ്കിലും പരസ്യമായിട്ട് ഇതുപോലൊരു പ്രസ്താവന നടത്തിയിരുന്നോ? VD സതീശനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരോ? ഇല്ലല്ലോ. മണിപ്പൂർ ഓർത്ത് വിലപിക്കുന്നവർ കശ്മീരിൽ ഇപ്രാവശ്യം കുരിശിന്റെ വെടിയും ഈസ്റ്റർ ആഘോഷിച്ചതും കണ്ടു കാണും. അതിന് ദൃശ്യങ്ങൾ തത്വമയി വാർത്ത നൽകുകയും ചെയ്തിരുന്നു. അല്ലെങ്കിലും BJP അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഇത്തരക്കാർ നല്ലതൊന്നും കാണുകയില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.